സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ തുടരും. 8 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. 6 ജില്ലകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചു. ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, സംസ്ഥാനത്തൊട്ടാകെ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതകൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുകയാണ്. ഇടുക്കിയിലെ സാഹചര്യം എന്താണ്? രാവിലെയും ഇന്നലെ രാത്രിയിലുമൊക്കെ മഴയുണ്ടായിരുന്നല്ലോ, ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണോ? ഗൗതം, നിലവിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. ഇന്ന് പുലർച്ചെ ഒക്കെ അതിശക്തമായ മഴയാണ് ഇടുക്കി ജില്ലയുടെ പല മേഖലകളിലും ഉണ്ടായിരുന്നത്. അത് തുടർന്ന് പോരുകയുമാണ്. ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ്. അതേസമയം വലിയ രീതിയിൽ മേഘാവൃതമായ ഒരു അന്തരീക്ഷമാണ്. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. പ്രധാനമായും തോട്ടം മേഖലയിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പ്രധാനമായും ഈ അതിർത്തി മേഖലകളിൽ വലിയ രീതിയിലുള്ള കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. ഈ തോട്ടം തൊഴിലാളികളായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ എത്തുന്ന സാഹചര്യമുള്ളത് കൊണ്ട് ഒരു ജാഗ്രത ആ മേഖലയിൽ വേണം. തൊഴിലാളികൾ ഉൾപ്പെടെ ജാഗ്രത പാലിക്കണം എന്ന് നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രധാനമായും വൻമരങ്ങളൊക്കെ ഉള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ ഈ ഏലത്തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന സമയത്ത് ഈ മരങ്ങൾ കടപുഴകി വീഴാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. ഇത് മുൻനിർത്തിയാണ് ഇത്തരത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ച് പ്രധാനമായും ഉടുമ്പൻചോല, നെടുങ്കണ്ടം, അണക്കര, കുമളി ഉൾപ്പെടെയുള്ള മേഖലകളിലെ തോട്ടം തൊഴിലാളികൾ അതീവ ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതോടൊപ്പം ഈ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിൽ മുൻപ് പ്രഖ്യാപിച്ചിരുന്ന നിരോധനങ്ങളും നിയന്ത്രണങ്ങളും തുടരുകയാണ്. വിനോദസഞ്ചാര മേഖലയ്ക്കും അതോടൊപ്പം രാത്രികാല യാത്രയ്ക്കുമുള്ള നിരോധനം തുടരുന്നു. അത് ഒരറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ആ യാത്രകൾ ഒഴിവാക്കണം, വിനോദസഞ്ചാരികൾ ജില്ലയിലേക്ക് പ്രവേശിക്കരുത് എന്ന നിർദ്ദേശം തുടർന്ന് പോരുക തന്നെയാണ്. അത് ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് ഒരു അത്തരത്തിൽ തന്നെ ആയിരിക്കും. ജില്ലയിലെ ഡാമുകളെ സംബന്ധിച്ച് നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഇന്നലെ ശക്തമായ മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് വ്യക്തമാണ്. സുബിൻ, എന്തായാലും സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പാണ്. വിവിധ ജില്ലകൾക്ക് യെല്ലോ, ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇടുക്കിയിലെ വിവരങ്ങളും ഒപ്പം സംസ്ഥാനത്തെ പൊതു സാഹചര്യവും അപ്ഡേറ്റ് ചെയ്യുകയായിരുന്നു സുബിൻ തോമസ്.